ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മൾ ഇന്നലെ അമ്പലത്തിൽ പോയി. ഇന്നലെ വന്നപ്പം 1 മണി കഴിഞ്ഞ്, കിടന്നപ്പോൾ 1:30 അപ്പം നമ്മളിന്ന് എഴുന്നേറ്റപ്പോൾ ലേറ്റ് ആയിപ്പോയി. ഒരു 10:30 11 മണിയൊക്കെ ആയി എഴുന്നേറ്റ്. രാവിലത്തെ കഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മളിനി ഉച്ചക്കത്തെ ഉണ്ടാകാൻ പോവാണ്. അമ്മച്ചി ഇവിടെ വന്നു. ഹലോ പറ, ഹായ് പറ. ഹലോ, ഹായ്. അപ്പോൾ ഗായ്സ്, നമുക്ക് അമ്മച്ചിയോട് ചോദിക്കാം ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്. ബിരിയാണി ഉണ്ടാക്കുന്നു. എന്നാ ബിരിയാണി? ചിക്കൻ ബിരിയാണി. റെസിപ്പി ഉണ്ടാക്കുമ്പോൾ കാണാം. ഓക്കെ ഗായ്സ്, ഇവിടെ ഒരാൾ ഇന്ന് സവോള പൊളിക്കുകയാണ്. ഓമനാമ്മ അപ്പുറത്ത് ഇരിപ്പുണ്ട്. ഓമനാമ്മ നമ്മുടെ അപ്പുറത്തെ അമ്മയാണ്. ഹായ് പറ. ഹായ് പറ. ഒരു ഹായ് പറ. ഹായ്. എന്നിട്ട് ഒരാൾ ഇവിടെ ഇരുന്ന് സവോള അരിയുകയാണ്. പ്രൊഫഷണല അരി കണ്ടില്ലേ? കൈ മുറിയണം, നല്ല രസമായിരിക്കും. പ്രൊഫഷണലിസം ഒക്കെ പോകുന്ന വഴി കാണാം. നോക്കട്ടെ എന്താ ചെയ്യുന്നേ. റെസിപ്പി പറഞ്ഞു തന്നില്ല. അതെ, ഞങ്ങളൊരു ഹൈദരാബാദി സ്റ്റൈൽ ബിരിയാണിയാണ്. ചിക്കൻ ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ട്, ജീരകം ഇട്ട്, ഉപ്പിട്ട്, സാജീരകം ഉപ്പിട്ട്, ഇത്രയുള്ളോ മസാല ഇട്ടു. മസാല. ഇനിയും ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഉണ്ടാക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പറ, ഇനി എന്തോ ഇടുന്നേ? തൈര് ഒഴിക്കുന്നു. പാലൊഴിച്ചു. മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞിടുവാണ്. ഇത് നല്ലതായിട്ടൊന്ന് ഇതിനകത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. സ്വല്പം മുളക് പൊടിയും കൂടെ. വീട്ടിൽ കഴുകി ഉണക്കി പൊടിച്ച മുളക് പൊടിയാണ്. മുളക് പൊടി ഇടുകയാണ്. മല്ലിപ്പൊടി, ബിരിയാണി മസാലയാണ് ചേർക്കുന്നത്. നല്ലതായിട്ട് യോജിപ്പിക്കാം. കുറച്ച് നേരം ഇങ്ങനെ വെക്കണം. അരിയൊക്കെ വെന്ത് പകുതി വേവാക്കിക്കൊണ്ട് വരാം. അത് നമുക്ക് ഈ സവോളയൊക്കെ വറുത്തെടുക്കണം. കുറച്ച് കറിക്കെടുക്കണം. ഇത്ര മതിയോ? സാജീരകം ഇട്ടു, വെള്ളം എടുത്തു, സാജീരകം എടുത്തു,
ആവശ്യത്തിന് ഉപ്പിട്ടു. ഇച്ചിരി കറുകപ്പട്ട ഇട്ടു, ഇച്ചിരി കുരുമുളക് ഇട്ടു, ഇച്ചിരി ഗ്രാമ്പു ഇട്ടു, ഏലക്ക ഇട്ടു. ഇതെല്ലാം കൂടെ തിളച്ച് വന്നിട്ട് അരി വേവിക്കാം. അരി വേവിക്കാൻ കൊണ്ടുപോകാൻ പുറത്താണിട്ട് ചോറിനും റൈസിനും, ബിരിയാണി റൈസിനും എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള സവാള ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നമ്മൾ വറക്കാൻ പോവാണ്. ഇതിൻ്റെ പരുവം അങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുമ്പോൾ നമുക്കത് നോക്കാം. അതുവരെ ഒരു പെട്ടെന്ന് ചൂടാ. അപ്പം നമ്മളിട്ട ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കോരാം, എന്നിട്ട് നമുക്ക് മൊത്തം ആവശ്യത്തിനുള്ളത് വറുത്തിട്ട് തരാം. ഓക്കെ, എണ്ണ ഒഴിച്ച് നമുക്കിനി സവാള വഴറ്റിയെടുക്കാം. ഇവിടെ സൈഡിൽ ഞാൻ സവാള വറുത്തെടുക്കുന്നുണ്ട്. ഗ്രാമ്പും കറുകപ്പട്ട ഏലക്കായും കൂടെ എണ്ണയിലോട്ട് ഇട്ടു. ഇപ്പൊ രണ്ടുപേരും കൂടെ കുക്കിങ്. ഞാനൊന്നുമില്ല, ഞാനിതുപോലെ ചിങ്കിടിപ്പണി മാത്രമേ ഉള്ളൂ. വഴറ്റാനായിട്ട് ഇടുക. എണ്ണക്കകത്ത് നിർത്തി പ്രൊഫഷണലാ, ഞങ്ങൾ എണ്ണക്കകത്ത് കൈയൊക്കെ ഇട്ട് കുക്ക് ചെയ്യുന്ന ആൾക്കാരാ. ഇതൊന്നും ഇട്ടേക്കാം അല്ലേ? ഗ്രേവി വരാം. എടുത്തേക്കട്ടെ. ആ അത് നമ്മുടെ സവാള വഴന്നിട്ടുണ്ട്. അമ്മ അവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നു. ഇനി അത് നമുക്ക് പച്ചമണം മാറുന്നത് ഇളക്കി കൊടുക്കും. ഇപ്പം ഞാൻ ചിക്കന് കൂട്ടി ഇടുവാണ്. നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഇടുവാണ്. പിന്നെ ഇളക്കട്ടെ. നമ്മൾ മാറ്റി വെച്ച സവോള ഇടുവാണ്. വെറുതെ മാറ്റി വെച്ചതല്ല, വറുത്ത് മാറ്റി വെച്ചു. അത് പൊടിച്ച് ചേർക്കുവാണ്. അരി ഇടുവാണേ. വേവിച്ച് വെച്ച അരി ഇടുവാണ്. ഹാഫ് വേവിച്ച് വെച്ചായി. അത് ചെറുതായിട്ട് നമ്മുടെ ക്യാമറ ഒന്ന് മാറിയപ്പോൾ ഇവിടെ ബാക്കി കലാപരിപാടികൾ നടന്നായിരുന്നു. ചോറൊക്കെ വെച്ചു, ദം ചെയ്യാൻ വെച്ചു, കളർ ചേർത്തു. ഇപ്പം നെയ്യ് ഒഴിക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. കുറച്ച് മല്ലിയില അതിൻ്റെ മണ്ടയ്ക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. വറുത്ത് വെച്ച സവാള, കുറച്ച് സവാള ഇട്ട് കൊടുത്തു. കാഷ്നട്ടൊന്നും ഇല്ലേ? കാഷ്നട്ടുണ്ട്, അതിനെ വറുക്കണം. രണ്ടും കൂടി ഇടാം. ഇപ്പം തൽക്കാലം ഇനി ബാക്കി ഇനി നമുക്ക് അടപ്പിതിൻ്റെ ഇനി നമുക്കിങ്ങനെ മൈദ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. അത് പൊട്ടിപ്പിടിക്കും. എടുത്തു കിട്ടും. പിന്നെ
ബാക്കി മൈദ കൊണ്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം ഗൈസ്. മൈദ കഴിച്ചത് കൂടി. നമ്മളിതിനെ അടച്ചു അടച്ചു വെക്കുക. ഇരിക്കട്ടെ. അത് പൊട്ടിക്കും. അപ്പം നമ്മുടെ ദം റെഡി ആയിട്ടുണ്ട്. പൊട്ടിക്കാൻ പോവാണ് ഗൈസ്. മൈദയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേഗണേ. മന്തിയുടെ മണം വരുന്നുണ്ട് ഇപ്പോ. ചിക്കൻ കരിഞ്ഞോ അതോ വെന്തോ? അല്ല, വറുത്ത ഉള്ളിയിട്ട് ഗാർണിഷ് ചെയ്യാം. വേണ്ട, എനിക്ക് മുന്തിരി ഇഷ്ടമല്ല. നോക്കി നിക്ക ചള്ളാസിനെ. അപ്പൊ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ചള്ളാസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊരിച്ച കോഴിയില്ല, പക്ഷേ അതിനകത്ത് കോഴിയുണ്ട്. ബിരിയാണി കോഴി റെഡി ആയിട്ടുണ്ട്. ചള്ളാസ് അച്ചാർ. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് കാണാം ഗൈസ്. എനിക്ക് ഉള്ളി വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇതിൻ്റെ കൂടെ കഴിക്കണം. അപ്പോൾ ഞാൻ ഉള്ളി വറുത്തത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതും കഴിച്ചിട്ട് കാണാം. സ്റ്റാർട്ടായി. ഞങ്ങളിവിടെ പുഷ്പമേളയ്ക്ക് പോകാൻ ഞാൻ രണ്ടു വട്ടം പോയി. ഇവളെ ഒരു വട്ടം കൊണ്ടുപോയി. ഇനി ആരില്ലല്ലേ. അപ്പോൾ ഇവളെ ഒരു വട്ടം കൊണ്ടുപോയി, ഞാൻ 2 വട്ടം പോയി. ഇനി അമ്മയെ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ 2 കൂടെ പോവാം. അതിന്റെ ഗെറ്റ് റെഡി വിത്ത് അസ് ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഗൈസ്. കലാപം കാണാം നിങ്ങൾക്ക്. വലിയ മേക്കപ്പ് ഒന്നും ഇല്ല, സൺസ്ക്രീൻ മാത്രം. അതെ, ഞങ്ങൾ 2 സൺസ്ക്രീൻ മാത്രം. ഇതൊരു വലിയ കലാപമായിരിക്കും, അതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മള് ബ്രൂട്ടേഷൻ ചെയ്യാറില്ല, നമുക്ക് ചെറുതായിട്ട് കൊടുക്കാം. കാണുന്നില്ല ശരിയാ. കോള് വന്ന ഗൈസ്, അമ്മ വന്നു, പക്ഷെ ഞങ്ങൾ റെഡി ആയിട്ടില്ല. അതാണ് ഞങ്ങൾ. അപ്പൊ ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. അവൾ ഇതിങ്ങനെയാണ് ഗൈസ്. കഥക് കൂട്ടായിരുന്നു. അപ്പം അമ്മ വന്നിട്ട് കുറേ നേരമായി കാണും. ഇപ്പം എന്തായാലും ഞങ്ങൾ ഇറങ്ങുവാണ്. ഓക്കെ, എടുത്തോണ്ടോ, ഹെൽമെറ്റ് എടുത്തോ. താക്കോലെടുത്താ? എൻ്റെ താക്കോലെടുത്താ? വണ്ടി താക്കോലെടുത്താ? എൻ്റെ ഉണ്ടായില്ല. സോറി ഗൈസ്, ഞാൻ വണ്ടിയുടെ താക്കോലെടുക്കാൻ മറന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പേടകം. ഈ ശകടത്തിലാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ഡ്രൈവർ ഞാനാണ്. ടീപ്പോയിലില്ലേ? അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുകയാണ്. വന്നപ്പോൾ എത്ര മണിയായി? 5:30-6 മണിയായി. ഭയങ്കര തിരക്കായിരുന്നു. അമ്മ ഉണ്ട്, ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടും. അമ്മയുടെ കൂടെ അമ്മയുടെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് തോന്നുന്നു. അമ്മ ഒറ്റയ്ക്കല്ല വന്നത്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു. എല്ലാ അമ്മമാരും ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇന്നലെ ഞാൻ വാങ്ങിച്ച ആനയാണ് കുറെ കാണുന്നത്. പേരിട്ടിട്ടില്ല. നിങ്ങളൊരു പേര് കമന്റ് ബിലോ ഗൈസ്. എന്നാലും കൊള്ളാം.
രണ്ടാണേലും വേണ്ടിയതല്ലേ. അങ്ങനെ പറഞ്ഞാൽ മതി ഇല്ലേ? ഷുഗറാ. പൊട്ടിക്കുന്ന സോപ്പുണ്ടോ ചോദിക്കും. നമുക്ക് വൈകിട്ട് പൊട്ടിച്ച് കളിക്കും. അതിന് ഉപയോഗിച്ച് നോക്കാം. ഇവിടെ ഇല്ല പൊട്ടോ സ്റ്റോക്ക്. ഇതൊക്കെ ടെക്നോ ഓയിൽ 100 രൂപ എടുക്കട്ടെ. 100 സമയം എന്നായെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ഒരുപാട് ലേറ്റായി. ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് കയറുന്ന രംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മച്ചി ഉണ്ട് ഇവിടെ ഉണ്ടോന്നറിയാൻ വേണ്ടി ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആവട്ടെ ഗൈസ്. എന്നിട്ട് നല്ല സുഖം ഉറക്കം. എന്നിട്ട് രാവിലെ ഞങ്ങളല്ല ഇവിടെ ട്യൂഷന് പോകും. ഇങ്ങനെ അമ്മ കൊണ്ട് ഡ്രൈവിങ്ങിന് പോകും. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.